എന്നെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കും. ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. പുറത്തേക്ക് എനിക്കെന്റെ വീട്ടിലെങ്കിലും പറയണ്ട സൈക്കോ. ആരും വിശ്വസിച്ചില്ലല്ലോ, അവര് വിശ്വസിച്ചോളും. വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ ഇവിടെ കയറി പിടിച്ചു. അത് ഇവിടെ എന്നോടും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവളുടെ ബാക്കിൽ കയറി പിടിച്ചു. സൈക്കോ കള്ളനും കള്ളത്തിയുമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ കള്ളത്തി അഥവാ സോനാലക്ഷ്മി പ്രഗ്നന്റ് ആയിരുന്നു. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അത് അബോർഷൻ ആയിപ്പോയി. മാത്രവുമല്ല ഇവർ രണ്ടുപേരും ഇപ്പൊ പെരുവഴിയിലുമായി. കയറി കിടക്കാൻ പോലും ഒരു സ്ഥലമില്ല, കയ്യിൽ പൈസ ഇല്ല. അതിന്റെ ഇടയിലാണെങ്കിൽ സൈക്കോ കള്ളന്റെ അപ്പൂപ്പൻ, അതായത് അമ്മയുടെ അച്ഛൻ, സോനയെ കയറി പിടിച്ചു. അങ്ങനെയും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ കുറച്ചു കാലമായിട്ട് ആകെ ദുരന്ത ജീവിതമാണ് ഇവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്, എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിയത് എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഇവരുടെ രണ്ടുപേരുടെയും പാസ്റ്റ് എന്താണെന്നും കൂടി അറിയണം. ആരാണ് ഈ സൈക്കോ കള്ളനും സോനാലക്ഷ്മിയും, ഇവരെങ്ങനെയാണ് ഒന്നിച്ചത്, ഇവരുടെ മുൻകാല ജീവിതം എങ്ങനെയായിരുന്നു, നിലപാടുകൾ എന്തായിരുന്നു, ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ ഇവർ ഈ ദുരന്ത അവസ്ഥയിലേക്ക് എങ്ങനെ എത്തി നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇവരുടെ പാസ്റ്റും ഇന്നത്തെ അവസ്ഥയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അപ്പൊ ഈ സൈക്കോ കള്ളൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ 2K കിഡ്സിന്റെ കൺകണ്ട ദൈവമാണ്. ഇവന്റെ ഒറിജിനൽ പേര് ഷിബു ബാബു എന്നാണ്. ഇൻസ്റ്റാഗ്രാമിൽ തരക്കേടില്ലാത്ത ഫോളോവേഴ്സും അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസും ഉള്ള ഒരു പാവം ഇൻഫ്ലുവൻസർ. തെറിവിളി കണ്ടന്റുകളായിരുന്നു ഒരു സമയത്ത് ആശാന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ തെറി വിളിച്ച് നടന്നിരുന്ന സൈക്കോയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു കലിപ്പത്തിയായിരുന്നു സോനാലക്ഷ്മി. സോന 18 തികഞ്ഞ ഉടനെ തന്നെ ഇവർ രണ്ടുപേരും ഒളിച്ചോടും. അതും സോനയോട് +2 ഫൈനൽ എക്സാം നടക്കുന്നതിന് അന്നായിരുന്നു ഒളിച്ചോട്ടം. എക്സാം പോലും എഴുതാതെയാണ് ഒളിച്ചോടിയതെന്ന് ഓർക്കണം. പിന്നീട് ഇവർ ഒരുമിച്ച് ജീവിതം തുടങ്ങി, വ്ളോഗ് തുടങ്ങി, അങ്ങനെ അടിച്ചു പൊളിച്ചു പോവുകയായിരുന്നു. ഇതെല്ലാം നടന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല കേട്ടോ. ഒരു 8 മാസം മുമ്പ് നടന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് ഇവരെ കുറിച്ച് 1-2 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇവർ ഒളിച്ചോടിയ സമയത്ത് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പരീക്ഷ പോലും എഴുതാതെ തീരെ ചെറിയ പ്രായത്തിൽ ഒളിച്ചോടിയത് മണ്ടത്തരമാണെന്ന്. ഭാവിയിൽ ഇതോർത്ത് ദുഃഖിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേർ ഇവരുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ സമാനമായ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവർ അന്ന് അതൊക്കെ പുച്ഛിച്ച് തള്ളി. വിദ്യാഭ്യാസം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നായിരുന്നു അന്ന് ഇവരുടെ നിലപാട്. പിന്നീട് സോന ഗർഭിണിയാണെന്നും പറഞ്ഞുകൊണ്ട് ചില വീഡിയോകളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് സോന പ്രസവിച്ചു എന്നും പറഞ്ഞ് ഒരു കൈക്കുഞ്ഞിനൊക്കെ പിടിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ ഇവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ കുഞ്ഞിന്റെ ഫോട്ടോ AI ആണെന്ന് പലർക്കും മനസ്സിലായി. അതോടെ അവർക്ക് നല്ല വിമർശനവും വരാൻ തുടങ്ങി. നിങ്ങൾ എന്ത് കണ്ടന്റ് വേണമെങ്കിലും ചെയ്തു, പക്ഷെ ഗർഭവും പ്രസവം വെച്ച് കളിക്കാൻ നിൽക്കരുത് എന്ന് പലരും ഇവരെ ഉപദേശിച്ചു. എന്നാൽ ഇതൊക്കെ വെറും സ്ക്രിപ്റ്റുകളാണെന്നും രണ്ടുപേരും പല ക്യാരക്ടറുകളുമായി നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു എന്നായിരുന്നു അന്ന് സൈക്കോ കള്ളന്റെ മറുപടി. എന്തായാലും അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സൈക്കോ കള്ളന്റെ അമ്മയുടെ അമ്മ മരിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സൈക്കോയുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് സൈക്കോയുടെ അപ്പച്ചൻ, അതായത് അമ്മയുടെ അച്ഛന് സുഖമില്ലാത്ത കാര്യം അറിയുന്നത്. ആൾക്ക് ഡിമെൻഷ്യ ആയിരുന്നു. ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ മറവി രോഗമാണ്. മറവി മാത്രമല്ല അൽസൈമേഴ്സ് പോലെയൊക്കെ തന്നെ മൊത്തത്തിൽ നമ്മുടെ ജീവിതത്തെയും കണ്ടീഷനെയും സ്വഭാവത്തെയും ഒക്കെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഡിമെൻഷ്യ. അങ്ങനെ അമ്മൂമ്മ മരിച്ചതോടെ അപ്പച്ചൻ ഒറ്റക്കായി. അതോടെ അപ്പച്ചനെ പരിചരിക്കേണ്ട ചുമതല സൈക്കോയുടെ അമ്മക്കായി. അങ്ങനെ സൈക്കോയും സോനയും അമ്മയെ സഹായിക്കാൻ വേണ്ടി ആ വീട്ടിൽ താമസിക്കാമെന്ന് വെച്ചു. ആ വീട്ടിൽ വെച്ചാണ് ഇവരുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. സോന ഗർഭിണിയാണെന്ന് അറിയുന്നതും പിന്നീട് ആ ഗർഭം അലസി പോകുന്നതും അപ്പച്ചനും കയറി പിടിച്ചതും ഒക്കെ ഈ വീട്ടിൽ വെച്ചാണ്. ഈ സംഭവത്തെ കുറിച്ച് സൈക്കോയും സോനയും ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്ന് കണ്ടോക്കാം. അപ്പോ 7-8 മാസത്തോളം ഞങ്ങൾ അവിടെ അടിച്ചു പൊളിച്ചു. ഒരു കുഴപ്പമില്ലാതെ ഒരു ദാരിദ്ര്യമില്ലാതെ ഇവിടെ ഞാനായിട്ട് നിന്നു. പിന്നെ 7 മാസം കഴിഞ്ഞപ്പോൾ അമ്മയുടെ അമ്മ മരിച്ചുപോയി. അപ്പച്ചൻ അവിടെ ഒറ്റയ്ക്കാണ്. അപ്പച്ചന് അൽഷിമേഴ്സ് ആണെന്നാ പറഞ്ഞത്. എന്നിട്ട് ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. പിന്നെ ഞാന്, അപ്പച്ചൻ, അമ്മ, ഇവള്, ഞങ്ങൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയായിരുന്നത്. ഇപ്പൊ എത്ര 4 മാസമായില്ലേ ഇവിടെ വന്നിട്ട്? ഞാൻ തന്നെ അവിടുത്തെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും 4-5 മാസമായി. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് അവിടുത്തെ നോക്കാൻ വേണ്ടിയിട്ട്. മമ്മി ഒറ്റയ്ക്കല്ലേ നോക്കുന്നത് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. വന്നതിന് ശേഷം മനസ്സിലായി അപ്പച്ചന് അൽഷിമേഴ്സ് അല്ല, വേറെ ഡിമെൻഷ്യ എന്നുള്ള അസുഖമാണെന്ന്. അൽഷിമേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. ഓക്കെ, വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ ഇവിടെ കയറി പിടിച്ചു. അത് ഇവിടെ എന്നോടും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അതങ്ങനെ അസുഖമല്ലേ എന്ന് വിചാരിച്ചു, മിണ്ടാണ്ട് വിട്ടു. ഓക്കെ, പിന്നെ വീട്ടിൽ അതും ഇതും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വഴക്കും വെക്കാനൊക്കെ ആയി തുടങ്ങി. വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ ദേഷ്യത്തിൽ എന്നാ പൊക്കൂടാർന്നോ, എന്തിനാ ഇവിടെ നിന്നുള്ളൊക്കെ സംസാരങ്ങളൊക്കെ അവിടെ വരാൻ തുടങ്ങി. ദേഷ്യത്തിൽ അങ്ങനെ വരാൻ തുടങ്ങി. തിരിച്ച് ഞാനും പറയാൻ തുടങ്ങി. ഇവളെ തെരുവെന്ന് വന്നവളെ കൊണ്ടുവന്നിട്ട് അമ്മയടുത്ത് വക്കാനുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കി. അത് നീ ഇപ്പൊ പറഞ്ഞ മനസ്സിലായിട്ടില്ല. ഞാൻ ഇവന്റെ അടുത്ത് അവര് പറഞ്ഞു, എന്നെ എവിടെന്നോ തെരുവിന്ന് ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട്, ഞങ്ങള് രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടില്ല ഇതുവരെ,
അപ്പൊ അങ്ങനെ ലീഗലി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ തെരുവീന്നോ എവിടുന്നോ തെരുവീന്ന് കിടന്ന ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കയറ്റി കിടത്തിയേക്കുക, കെട്ടിയിട്ട് പോലും ഇല്ലാന്ന് പറഞ്ഞു. ഓക്കെ, അതിപ്പോഴാണ് കേട്ടോ ഞാൻ അറിയുന്നത്. അതായത് ഇവർ രണ്ടുപേരും ഇപ്പോഴും വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല പോലും, അതായത് ഒഫീഷ്യലി മാരീഡ് അല്ല. എന്താ ഇപ്പൊ ഞാൻ ഇതിനൊക്കെ പറയാം? എന്ത് ധൈര്യത്തിലാണ് ഇവർ ഈ കളി കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജീവിതമാണ്, എന്താണ് സംഭവിക്കാന്ന് ആർക്കും പ്രവചിക്കാൻ പോലും പറ്റൂല. നിങ്ങൾ തന്നെ പറഞ്ഞു 6 മാസം ഞങ്ങൾ വാടക വീട്ടിൽ അടിച്ചു പൊളിച്ച് കഴിഞ്ഞു എന്ന്. പക്ഷെ ഇവിടെ അമ്മയുടെ വീട്ടിലേക്ക് വന്നതോടെ എല്ലാം തകിടം മറിഞ്ഞു എന്ന്. അങ്ങനെയാണ് ജീവിതം, എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം. അറ്റ്ലീസ്റ്റ് ആ വിവാഹം ഒന്ന് രജിസ്റ്റർ ചെയ്താൽ രണ്ടുപേർക്കും അതൊരു ധൈര്യമാണ്. ഒന്നില്ലെങ്കിലും 18ാം വയസ്സിൽ ഇറങ്ങി വന്നതല്ലേ സോന. അവളുടെ ഒരു സുരക്ഷിതത്തിന് വേണ്ടിയെങ്കിലും വിവാഹം ഒന്ന് രജിസ്റ്റർ ചെയ്യാമായിരുന്നു. പിന്നെ അപ്പച്ചൻ സോനയെ കയറി പിടിച്ചിട്ടും പിന്നെയും എന്തിനാണ് ആ വീട്ടിൽ കടിച്ചു തൂങ്ങി നിന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അയാൾക്ക് സുഖമില്ലാത്തതാണ്, അതുകൊണ്ട് തന്നെ അയാൾ ഇനി എന്തൊക്കെ ചെയ്താലും ആ രീതിയിൽ ആളുകൾ ഇനി നോക്കി കാണത്തുള്ളൂ. ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ പല സ്റ്റേജുകളും ഉണ്ട്. ഇനീഷ്യൽ സ്റ്റേജുകളിലൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ പിന്നെ എന്താണ് താൻ ചെയ്യുന്നതെന്ന് രോഗിക്ക് പോലും ബോധമില്ലാത്ത അവസ്ഥ ഉണ്ടാകും. അപ്പൊ പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല. അവരുടെ അവസ്ഥ അതാണ്. സൈക്കോയുടെ അപ്പച്ചൻ ഏത് സ്റ്റേജിലാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. എന്തായാലും ഇങ്ങനെ ഉപദ്രവമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ വീട്ടിൽ നിന്ന് മാറാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി കേട്ടോക്ക. അതും വഴക്കുണ്ടാക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം തമ്മിൽ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആണ് പറഞ്ഞത് ഈ സംഭവം. എന്തായിരുന്നോടി, അപ്പച്ചൻ നിന്റെ അമ്മയുടെ അങ്ങനെ എന്തോ പറഞ്ഞ് ഇവളുടെ നേരെ ചെന്നു. അപ്പോ ഇവള് നിലവിളിച്ച്, ഇവളാകെ വിറച്ച് നിലവിളിച്ചു, ഉറക്ക നിലവിളിച്ചു. അപ്പുറത്തെ നാട്ടുകാരടക്കം കേട്ടു. അങ്ങനെയൊക്കെ അത്രയും ബുദ്ധിമുട്ട് നശിച്ച് ഞങ്ങള് ഇല്ലാണ്ടായി തുടങ്ങി. ഞങ്ങൾക്ക് വീഡിയോസ് ഇടാറില്ല. എനിക്ക് അവിടെ ഒരു പണിക്ക് പോകാൻ പറ്റില്ല, മനസ്സിലായോ? അയാൾ ഇത്രയും മാനസിക രോഗിയാണ്. അയാൾ ഇവിടെ എന്തെങ്കിലും കയറി കാട്ടുവോ, അങ്ങനെ ഓരോ പേടി കാരണം ഞാൻ പണിക്ക് പോകാനോ ഒന്നിനും പറ്റില്ല എനിക്ക്, മനസ്സിലായോ? വരുമാനം വേണ്ടേ, പൈസ വരവ് അവിടെ നിന്നു, മനസ്സിലായോ? ഇനിയിപ്പോ ഈ യൂട്യൂബിൽ നിന്നോ ഇൻസ്റ്റയിൽ നിന്നും പൈസ കിട്ടുന്ന വിചാരിച്ചാൽ അതും നടക്കുന്നില്ല. അതിനും വീഡിയോ ഇടണം, എന്നാലേ കിട്ടുള്ളൂ, മനസ്സിലായോ? ആ വീഡിയോ ഇടാനുള്ള സമാധാനം പോലും ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇതൊക്കെ ഞാൻ പറയും. ഇനിയിപ്പോ ഇത് ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആരെനിക്ക് മെസ്സേജ് അയച്ചാൽ വിളിക്കുക ഒന്നും വേണ്ട. പറയാനുള്ളതൊക്കെ ഇനി പറഞ്ഞേ പറ്റൂ, ഞങ്ങൾക്ക് ജീവിക്കണം. ഓക്കെ, അപ്പച്ചന് സോനെ ഇനിയും ഉപദ്രവിക്കുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒറ്റയ്ക്കാക്കി എനിക്ക് ജോലിക്ക് പോകാനോ കണ്ടന്റ് ഉണ്ടാക്കാനോ ഒന്നും സാധിച്ചില്ല എന്ന് സൈക്കോ തന്നെ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ ആ വീട്ടിൽ തന്നെ നിൽക്കേണ്ട കാര്യം എന്തായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഒറ്റയ്ക്ക് വാടക വീട്ടിൽ താമസിച്ചപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു എന്നല്ല പറഞ്ഞത്. അതുപോലെ വീണ്ടും വാടക വീട്ടിലേക്ക് തന്നെ മാറാമായിരുന്നല്ലോ. അല്ല, എത്ര കഷ്ടപ്പെട്ട് അവിടെ നിൽക്കേണ്ടിയിരുന്നില്ല. ഇങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ബാക്കി കൂടെ കേട്ടോക്കാം. പിന്നെ അതിനുശേഷം വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവളുടെ ബാക്കിൽ കയറി പിടിച്ച് ഇയാള് ആ വീട്ടില് ഫുള്ള് തീട്ടത്തിന് മണവും മൂത്രത്തിന്റെയും കുഴഞ്ഞു കിടക്കുന്ന ഒരു ഇതാണത്, മനസ്സിലായോ? അത് എത്ര വട്ടം വൃത്തിയാക്കിയാൽ പോലും ഇയാൾ വീണ്ടും ഇത് ചെയ്യും. ഇത് അറിയാതെ പോകുന്നതല്ല, മനസ്സിലായോ? ഇത് പാമ്പേഴ്സ് ഇട്ട് കൊടുത്ത് അതിൽ പോകുന്നതല്ല. പാമ്പേഴ്സ് ഇട്ട് കൊടുത്ത് അത് ഊരിയിട്ട് അവിടെ പരിപാടിയാക്കും, മനസ്സിലായോ? ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ മടുത്ത് അങ്ങേയറ്റം പോയി. എന്നിട്ട് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. ആ ടൈമിൽ ഇവള് പ്രഗ്നന്റ് ആണെന്ന് എനിക്കൊരു ഡൗട്ട് വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി, പ്രഗ്നൻസി ടെസ്റ്ററിൽ. പക്ഷെ അതിന് മുന്നേ എനിക്ക് ഒന്നും തോന്നിയില്ലായിരുന്നു കേട്ടോ, പക്ഷെ ഇവന് തോന്നി. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും 6 ഹാർട്ട് ബീറ്റ് ഒക്കെ തുടങ്ങി. ഞങ്ങളിപ്പോ പോവാൻ പറ്റില്ലല്ലോ, വളരുന്നുണ്ട്. ഹാർട്ട് ബീറ്റ് കേക്ക് ഇങ്ങനെ പൊട്ടത്തി. ഡോക്ടറല്ലേ പറഞ്ഞത് ഹാർട്ട് ബീറ്റ് തുടങ്ങി. അതെങ്ങനെ കേൾക്കാൻ പറ്റിയ ചെറിയ എനിക്കറിയില്ല, ഹാർട്ട് ബീറ്റ് തുടങ്ങി. അപ്പൊ ആ സിറ്റുവേഷനിൽ ഞങ്ങള് വീട് മാറിയില്ല. വീട് മാറാൻ വേണ്ടി നിന്നാണ് ഈ ഒരു സാഹചര്യങ്ങൾ കാരണം. ഉറപ്പ് ഇത് ഈ സാഹചര്യങ്ങൾ കാരണങ്ങൾ തന്നെയാണ്. പിന്നെ ആ ചുറ്റുള്ളവരൊക്കെ പറയാൻ തുടങ്ങി. ഇതിന് മുന്നേ ഞങ്ങൾ പല പ്രാവശ്യം വീട് മാറാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് പ്രഗ്നന്റ് ആയതുകൊണ്ട് പിന്നെ വീട് മാറിയില്ല. പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ നമ്മൾ വീട് മാറാൻ വേണ്ടി നോക്കിയിട്ടില്ലേ. പിന്നെ ഈ കുറച്ച് ആ ഏരിയയിലുള്ള കുറച്ച് നാട്ടുകാര്, ഞാൻ പാലക്കാട് മണ്ണാർക്കാട് കൈതച്ചിറ ആണ് അമ്മയുടെ വീട്, മനസ്സിലായോ? അവിടെയുള്ള കുറച്ച് പേര് നമ്മളാ 3 സെന്റ് വീട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. ആ വീടും വേണ്ട 2 വേണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടവർക്ക് അറിയാൻ പറ്റും. അപ്പോ ആ അവസ്ഥയിൽ അവിടെ എത്തി. ഞാൻ പിന്നെ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ സഹിച്ച് അവിടെ നിന്നു. ഓക്കെ, നിന്നിട്ട് പിന്നെ വേറെന്താ പറയാണ്ടായിരുന്നല്ലോ, പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ് അവിടെ നിന്നു. പിന്നെ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് പോയി. അവിടെ മെയിൻ വഴക്കുണ്ടാവാനുള്ള കാരണം ആദ്യം തുടങ്ങുന്നത് ഞങ്ങൾ 12 മണിക്ക് എണീക്കുക. 12, 11 മണി, 10 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ എണീക്കുള്ളൂ. അത് ഞങ്ങളെന്നല്ല, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എല്ലാവരും ആ ടൈമിൽ എണീക്കുക. ആ ടൈം ആകുമ്പോഴേ എണീക്കുള്ളൂ. ഓക്കെ,
അതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരൊക്കെ 11 മണിക്കും 12 മണിക്കും ഒക്കെയാണ് ഇത്ര എണീക്കാറുള്ളത്. നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്ന് പറയരുത്. സോഷ്യൽ മീഡിയയും 9-6 മണിക്കൂർ ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഞാനൊക്കെ അതിൽ പെടുന്ന ആളുകളാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെല്ലാം 12 മണി വരെ കിടന്നുറങ്ങുന്ന ഏതോ അന്യഗ്രഹ ജീവികളാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കരുത്. നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. വേറെ ജോലിക്കൊന്നും പോകാതെ സോഷ്യൽ മീഡിയയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുമ്പോൾ അങ്ങനെ 12 മണിക്കോ 1 മണിക്കൊക്കെ എണീക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ അതൊരു ശരിയായ പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഒറ്റക്കാണെങ്കിലും ഓക്കെ, അല്ലാതെ അമ്മയും അച്ഛനും ഒക്കെ ഉള്ള വീട്ടിൽ അവരുടെ കൂടെ ജീവിക്കുമ്പോൾ 12 മണിക്കൊക്കെ എഴുന്നേറ്റ് വരിക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായും പ്രശ്നമായി മാറും. എന്തായാലും ബാക്കിയുടെ കണ്ടോക്കാം. അങ്ങനെ 3-ാം ദിവസം ഇവക്ക് ബ്ലഡ് കട്ട പിടിച്ച ബ്ലഡ് പോവാൻ തുടങ്ങി. അത് പ്രഗ്നന്റ് ആയ ആൾക്ക് അങ്ങനെ പോകാൻ പാടില്ല. പിന്നെ അത് 6 വീക്ക് ആയി എന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 3-ാം ദിവസം വീണ്ടും സ്കാൻ ചെയ്തു. അപ്പോ രക്തം കട്ട പിടിച്ച് മറ്റേ ഗർഭപാത്രത്തിന്റെ റിസൾട്ട് കാണിക്കാം, ഇവിടെ ആഡ് ചെയ്യാം. രക്തം കട്ട പിടിച്ചിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് സ്ട്രിക്റ്റ് ബെഡ് റെസ്റ്റ് ഞാൻ പറയാം. അപ്പോൾ രാവിലെ എണീക്കുമ്പോ തന്നെ കാണുന്നത് ആ വീടിന്റെ അപ്പച്ചൻ കിടക്കുന്ന ഭാഗം, ആ ഭാഗം മാത്രം ഫുള്ള് തീട്ടം മൂത്രോ. ഇങ്ങനെ ഇത് അറിയാണ്ട് ഇങ്ങനെ പോണതല്ല, മനസ്സിലായോ? അങ്ങനെ അസുഖം അതാണ്, ശരി, സമ്മതിച്ചു, ഓക്കെ. അത് നമ്മൾ അസുഖം അതായതുകൊണ്ട് മാത്രം നമ്മൾ ഇതെല്ലാം സഹിച്ച് അവിടെ നിന്നത്, ഓക്കെ. എന്നിട്ട് ഈ നാറ്റവും മൂത്രവും കാരണം ഇവക്ക് ഛർദ്ദിക്കാൻ പറ്റില്ല, ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, ഛർദ്ദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ പ്രശ്നമാണ് വയറ്റില്, മനസ്സിലായോ? ഇളകാൻ പാടില്ലല്ലോ. അപ്പൊ ആ സിറ്റുവേഷൻ വരെ എത്തി. എന്നിട്ട് ആ മണം കാരണം ഇവള് വീടിന്റെ ഉമ്മറത്ത് കസേര ഇട്ട് അവിടെ ഇരുത്തിയിട്ട് ഇവിടെ ഞാൻ ഇരുത്തി. ആ ടൈമിൽ അകത്ത് മമ്മി ക്ലീൻ ആക്കുക. ആ ടൈമിൽ ഞാൻ പോകുക, ഇവിടെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് പോകുക. ഞാൻ പോയിട്ട് വന്നത് അതിന് മുന്നേ ഞാൻ എണീറ്റതാ. കാരണം നമുക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ. അപ്പം അതിന് മുന്നേ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും കുറെ കഴിഞ്ഞിട്ടാ സൈക്കോ പോയത്. എന്നിട്ട് ഞാൻ 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത്. ആ 4-5 മണിക്കൂറും ഇവളാ കസേരയിൽ ഇരിപ്പിരുന്നു. അത് ഞാൻ പിന്നെയാണ് അറിഞ്ഞത് കേട്ടോ. അത് ഞാൻ പിന്നെ ഇരുന്നത്. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോ അത് ഐ മീൻ ഇപ്പൊ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് കൂട്ടിക്കോ. ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വയറുവേദന എന്ന് പറയുന്നു തുടങ്ങി. പക്ഷെ അത് എനിക്കും പറയാനുള്ള ഒരു ബോധം വന്നില്ല. കാരണം ഞാൻ ഇത്രയും നേരം കാരണം ഈ 5 മണിക്കൂറും വീടിന്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുമായിരുന്നു ആയിരുന്നു. അപ്പം ഞാൻ സൈക്കോട് പറഞ്ഞില്ല. എനിക്കത് പറയാൻ, അതായത് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. എന്താ ഇപ്പൊ പറയാ, ഇതെന്താ അറിയോ? ഇവരെ പ്രോപ്പർ ആയി ഗൈഡ് ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ടാണ്. സബ്ക്രോണിക് ഹെമറേജ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് സോനക്ക് ഉണ്ടായത്. അതായത് ഗർഭപാത്രത്തിന്റെ ഭിത്തിയുടെയും ഭ്രൂണത്തിന്റെയും ഇടയിൽ രക്തം കട്ട പിടിച്ച ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥ വന്നാൽ അബോർഷൻ ഉണ്ടാവും. അതുപോലെ മാസം തികയാതെ പ്രസവിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. സോ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഈ അവസ്ഥ താനെ സുഖപ്പെടാനും സാധ്യതയുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടും സോനക്ക് അങ്ങനെ ബെഡ് റെസ്റ്റ് എടുക്കാനൊന്നും കഴിഞ്ഞില്ല. 5-6 മണിക്കൂർ തുടർച്ചയായി ഇരുന്നത് മൂലം ബ്ലീഡിംഗ് ഉണ്ടായി. പിന്നീട് അബോർഷനും സംഭവിച്ചു. അതിനെക്കുറിച്ച് ഇവർ തുടർന്നും പറയുന്നുണ്ട്. അതും കൂടി കേട്ട ബാക്കി സംസാരിക്കാം. അത് കഴിഞ്ഞ് വേദന, അത് കഴിഞ്ഞിട്ട് രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും, അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വേദന കൂടി. പിന്നെ മൂത്രം ഒഴിക്കുമ്പോ ഒരു കഷ്ണം പോലെ ഒരു ഇത് പോയി. അപ്പോഴേ ഞങ്ങൾക്ക് രണ്ടാൾക്കും വിറയ്ക്കാൻ തുടങ്ങി, പേടിച്ച്. എന്താ കാട്ട് ഒരു ഇത്ര ഉള്ളൊരു സാധനം, ആ സാധനം പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തന്നെ തലയിറങ്ങി ആകെ കുഴഞ്ഞു. പിന്നെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് ഞാൻ എണീപ്പിച്ചു. അത് അപ്പൊ എനിക്ക് ടെൻഷൻ ആയില്ല കേട്ടോ. അപ്പൊ ഞാൻ വിചാരിക്കണ ചിലപ്പോ ഈ ബ്ലഡ് പോകുന്നു പറഞ്ഞിട്ടില്ലായിരുന്നു, അഴുക്ക ബ്ലഡ് പോകുന്നു പറഞ്ഞിട്ടില്ലായിരുന്നു, അത് പോയതായിരിക്കും എന്ന് തന്നെ കരുതിയാ ഞാൻ ഇരുന്നത്. അപ്പൊ പിന്നെ രാത്രി നടക്കുന്നത് 2:30 അപ്പൊ ഇവള് ഈ തലകറങ്ങി ഇങ്ങനെ കിടന്നപ്പോ എനിക്കാകെ മേലും കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. എന്റെ ചങ്കൊക്കെ കിടന്നടിക്കുന്നു. എനിക്കെന്തോ എന്തൊക്കെയോ ആയി. അപ്പൊ ഞാൻ പേടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവള് ആ വേദന സഹിച്ചു. ഇവൾക്ക് വയറ് ഒടുക്കത്ത വേദനയായിരുന്നു. പക്ഷെ അവൾ എന്റെ മുന്നിൽ കാണിച്ചില്ല, ഞാൻ ആവുന്ന കാരണം. എന്നിട്ട് രാത്രി ഭയങ്കര ടെൻഷൻ അടിച്ചു, നല്ല ടെൻഷനായി. ഇത്രയും ടെൻഷൻ അടിക്കാൻ ഞാൻ അപ്പഴാണ് കാണുന്നത്. അപ്പൊ അവനിങ്ങനെ മേലൊക്കെ ഇങ്ങനെ വിറച്ച് ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇല്ല സൈക്കോ, ഒന്നുമില്ല. നിനക്കിനി അഥവാ നിനക്ക് ഭയങ്കര ഇതാന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ട് തന്നെ കിടക്കുക. അപ്പോഴും ഭയങ്കര വയറ്റ് വേദന. ഞാൻ കാണിച്ചില്ല കേട്ടോ, പറഞ്ഞില്ല ഇവന്റെ അടുത്ത്. അന്ന് രാത്രി ഉറങ്ങാതെ ആ വേദന സഹിച്ച് ഇവളെ പിടിച്ച് കിടക്കാൻ പോലും പറ്റണില്ല. എന്നിട്ട് തല കുത്തനെ അങ്ങനെ എങ്ങനെയൊക്കെ, അതായത് വയറ് തട്ടാണ്ട് നമ്മള് ഇങ്ങനെ നിക്കില്ലേ, ഇപ്പൊ എന്താ ഇവനിങ്ങനെ കിടക്കുക. അപ്പൊ ഞാൻ ഇവന്റെ വയറ്റില് തല വെച്ചിട്ട് കാല് മടക്കി വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ കിടന്നു. കാരണം വയറ്
വയറൊക്കെ തൂങ്ങിന്ന് പറഞ്ഞാൽ വയറ് അങ്ങോട്ട് തട്ടാതെ അങ്ങോട്ടും ബലം പോവാതെ അങ്ങനെയൊക്കെ അത്രയും സഹിച്ച രാവിലെ 5-4 എത്ര മണി വരെ 5-5:30 വരെ ആ വേദന സഹിച്ചിട്ട് കിടന്ന് എപ്പോഴോ ഒന്ന് മയങ്ങിപ്പോയി. എന്നിട്ട് രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് എണീറ്റു. അപ്പോ ഇവൾക്ക് ബാത്റൂമിൽ പോകാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഒന്നും ആവുന്നില്ല. എന്നിട്ട് രാവിലെ ബാത്റൂമിൽ പോയപ്പോ പോയില്ല. ഫോട്ടോ കാണിച്ചു തരാം, ബ്ലറായി കാണിച്ചു തരാം. അപ്പൊ ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലഡ് ഇങ്ങനെ വരുവാ. അപ്പൊ ഞാൻ സൈക്കോട് പറഞ്ഞു, സൈക്കോ ബ്ലഡ് വരുന്നുണ്ടോ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോ സൈക്കോ അവൻ ഇട്ടിട്ട് ഊരിയിട്ട ഒരു ബനിയൻ എനിക്ക് എടുത്തു തന്നു പെട്ടെന്ന്. അപ്പൊ ഞാൻ അതും കൊണ്ട് പിടിച്ചു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള ഒരു സാധനം വന്നു. പിന്നെ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സഞ്ചിയോടെ പുറത്ത് വന്ന അബോഷനായി. എന്തൊരവസ്ഥയാണല്ലേ. അബോധനായി പോകുക എന്നൊക്കെ പറഞ്ഞാൽ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ സോനക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇവരെ നല്ല പോലെ ഗൈഡ് ചെയ്യാനോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ ആരും ഉണ്ടായില്ല. സൈക്കോയുടെ അമ്മയുമായി ടിപ്പിക്കൽ അമ്മായിമ്മ മരുമോൾ പ്രശ്നം ഉണ്ടായത് കൊണ്ട് തന്നെ അതങ്ങനെ പോയി. പിന്നെയുള്ളത് സോനയുടെ അമ്മയാണ്. ശരിക്കും അവർക്ക് ആ സമയത്ത് സോനയുടെ വീട്ടിൽ പോയി പ്രോപ്പർ റെസ്റ്റ് എടുക്കാമായിരുന്നു, പക്ഷെ അതും ചെയ്തില്ല. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം, എന്നാലും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇതെന്താണെന്നറിയാം, ഇവർക്ക് ഒട്ടും മെച്യൂരിറ്റി ആയിട്ടില്ല. അത് ഇവരുടെ സംസാരം കേട്ടാൽ തന്നെ അറിയാം. ഇവര് ഹാൻഡിൽ ചെയ്യുന്ന രീതി കണ്ടാൽ തന്നെ അത് മനസ്സിലാകും. പിന്നെ ഇവരുടെ പ്രായം, സോനക്ക് 19, സൈക്കോക്ക് 23. അതും ഒരു പ്രശ്നമാണ്. ഇത്രയും ചെറിയ പ്രായത്തിൽ പ്രഗ്നന്റ് ആവേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കയ്യിൽ 5 പൈസ കൂടി ഇല്ലാതെ, കിടക്കാൻ വീട് പോലും ഇല്ലാതെ നടക്കുന്ന സമയത്ത് പ്രഗ്നന്റ് ആവുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. 18 തികയുമ്പോൾ തന്നെ കല്യാണം കഴിച്ചാലുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം. തുടക്കത്തിലെല്ലാം നല്ല രസമായിരിക്കും, പക്ഷെ യഥാർത്ഥ ജീവിതം തുടങ്ങുമ്പോഴായിരിക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുക. എന്തായാലും ഇവർക്ക് ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം കര കയറാൻ കഴിയട്ടെ. അല്ലാതെ ഇപ്പൊ എന്താ പറയാ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.